ഈ ലിവർ സിറോസിസ് വന്നു കഴിഞ്ഞാൽ ഇപ്പം നേരത്തെ പറഞ്ഞു ഏർലി സ്റ്റേജസിൽ ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ഈ ലേറ്റ് സ്റ്റേജസിൽ വരുന്ന കുറച്ച് സിംറ്റംസ് ഡോക്ടർ പറഞ്ഞല്ലോ, ഇപ്പോൾ കാലിലെ നീര്, മുഖത്ത് നീര്, അതുപോലുള്ള വയറിൽ വെള്ളം കെട്ടൽ. പക്ഷേ ലിവർ സിറോസിന്റെ കുറച്ച് ഭീകരമായ കുറച്ച് സിംറ്റംസ് ഉണ്ടല്ലോ, ഇപ്പോൾ രക്തം ഛർദ്ദിക്കുക, അതുപോലെ അതിന്റെ ഒന്ന് പറയാം. ലിവർ സിറോസിസ് കോംപ്ലിക്കേഷൻസുമായിട്ടാണ് പലപ്പോഴും എന്നെ പേഷ്യൻസ് കാണാൻ വരാറ്. ഏറ്റവും വളരെ നാടകീയവും വളരെ ഭയാനകമായിട്ടുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറയുന്നത് രക്തം ഛർദ്ദിക്കുക എന്നുള്ളതാണ്. വളരെ ഭയാനകമായിട്ടുള്ള കോംപ്ലിക്കേഷനാണ്. വായിൽ നിന്ന് കുടുകുട രക്തം ഇങ്ങനെ കട്ട പിടിച്ച രക്തം പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥ, ICUയിലും മറ്റൊക്കെ കിടത്തുക, വെന്റിലേറ്ററിലാക്കുക, മരണം ഉണ്ടാവുക, അങ്ങനെയുള്ള അർജന്റായിട്ട് എൻഡോസ്കോപ്പി ചെയ്യുക, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതാണ് ഏറ്റവും സീരിയസ് ആയിട്ടുള്ള കോംപ്ലിക്കേഷൻ. പിന്നെയുള്ള കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ക്യാൻസറാണ്, ലിവർ ക്യാൻസർ. ലിവർ ക്യാൻസർ എന്ന് പറയുന്നത് ഹെപ്പറ്റോ സെല്ലുലാർ കാർസിനോമ, സിറോസിസ് ബാധിച്ച ലിവറിൽ ഉണ്ടാകുന്ന കോശങ്ങൾ അനിയന്ത്രിതമായിട്ട് വിഭജിച്ചുണ്ടാകുന്ന ക്യാൻസറാണ് ലിവർ ക്യാൻസർ. അപ്പോൾ അത് നേരത്തെ പറഞ്ഞ ആ ഒരു പ്രക്രിയ ഞാൻ പറഞ്ഞു. പലരും പറയാറുണ്ട് ലിവറിന് ഒരുപാട് കപ്പാസിറ്റി ഉണ്ട്, ലിവറിന്റെ ഒരു കോശം മരിച്ചുപോയാൽ വേറൊരു കോശം ഉണ്ടാവും എന്നിങ്ങനെയൊക്കെ പറയാറുണ്ട്. ശരിയാണ്. പക്ഷെ പുതിയതായിട്ട് ഉണ്ടാകുന്ന കോശം പലതവണ ഉണ്ടാകുമ്പോൾ അതിൽ ക്യാൻസറും വരാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണ് ഈ മദ്യപാന ശീലമുള്ളവർക്ക് ക്യാൻസർ ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നത്. അപ്പം ലിവർ ക്യാൻസറിന്റെ ഒരു പ്രിക്കോസറാണ് വേണമെങ്കിൽ ലിവർ സിറോസിസ് എന്ന് വേണമെങ്കിൽ പറയാം. സിറോസിസ് ഉള്ള വ്യക്തികളിലാണ് സാധാരണയായിട്ട് ലിവർ ക്യാൻസർ വരാറ്. ഈ ആൽക്കഹോൾ കൺസംഷൻ ഇല്ലാതെയും ലിവർ സിറോസിസ് എന്നൊരു കണ്ടീഷൻ ഉണ്ടല്ലോ, തീർച്ചയായും എന്തുകൊണ്ടാണ് വരുന്നത്? തീർച്ചയായും സിറോസിസ് ഉണ്ടാകാൻ മറ്റു പല കാരണങ്ങളുമുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് ബി, കേരളത്തിൽ ഒരുപാടുള്ള ഒരു കണ്ടീഷനാണ് ഹെപ്പറ്റൈറ്റിസ് ബി. ഹെപ്പറ്റൈറ്റിസ് സി, അതായത് ഇത് രണ്ടും വൈറസ് ബാധകളാണ്. മഞ്ഞപ്പിത്തം എന്ന് പറയുമെങ്കിലും നമ്മൾ സാധാരണ പത്രത്തിൽ വായിക്കാറുള്ള മഞ്ഞപ്പിത്തമല്ല, അത് ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ഹെപ്പറ്റൈറ്റിസ് എ സിറോസിസ് ഉണ്ടാക്കുകയില്ല, പക്ഷേ ഹെപ്പറ്റൈറ്റിസ് ബിയും സിയും സിറോസിസ് ഉണ്ടാക്കുന്നു. പിന്നെ ഞാൻ നേരത്തെ അമിതവണ്ണത്തിന്റെയും പിന്നെ ഒരു പരിധിവരെ ഡയബറ്റീസിന്റെ കാര്യം സൂചിപ്പിച്ചു. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികളിലും ഫാറ്റി ലിവർ, അതിൽ നിന്ന് സിറോസിസ് ഉണ്ടാകാനുള്ള ചാൻസും കൂടുതലാണ്. ഇപ്പം നേരത്തെ എൻഡോസ്കോപ്പി പരിശോധനയുടെ കാര്യം പറഞ്ഞല്ലോ, ഈ എൻഡോസ്കോപ്പി പരിശോധന ഏത് സ്റ്റേജിലാണ് ഈ ലിവർ സിറോസിസ് ആപ്ലിക്കബിൾ ആവുന്നത്? സിറോസിസ് ബാധിച്ച ഒരു വ്യക്തിയുടെ എൻഡോസ്കോപ്പി ചെയ്യുമ്പോൾ, അതായത് വായ വഴി ഒരു ട്യൂബ് കടത്തി ആന്തരിക അവയവങ്ങൾ പരിശോധിക്കുമ്പോൾ രക്തക്കുഴലുകൾ മുഴച്ചതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കാലിൽ കാണാറുള്ള വാരിക്കോസ് വെയിൻസ് മാതിരി ഉള്ള വലിയ വെയിൻസ് ഈ അന്നനാളത്തിനകത്ത് മുഴച്ചു നിൽക്കുന്നത് കാണാം. അതിനെ നമ്മൾ ഇസോഫേജിയൽ വാരിസസ് എന്ന് പറയുന്നു. ഇവ പൊട്ടിയാണ് ഭീകരമായിട്ടുള്ള രക്തസ്രാവം ബ്ലീഡിംഗ് ഉണ്ടാകുന്നത്. അത് നോക്കാനാണ് ഈ എൻഡോസ്കോപ്പി ചെയ്യുന്നത്. അത് നോക്കി ചികിത്സിക്കാനും താൽക്കാലികമായിട്ട് ആ ബ്ലീഡിംഗ് നിർത്താനും അതിന് വരാതിരിക്കാനുള്ള ചികിത്സകൾ ചെയ്യാനുമാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. ഈ എൻഡോസ്കോപ്പി പക്ഷെ ഒരു എന്താ പറയുക, ആൾക്കാർക്കൊരു പേടിയോടെ നോക്കിക്കാണുന്ന ഒരു പ്രൊസീജിയറാണെന്ന് പറയാറുണ്ട്. ഇപ്പോൾ വേദനാജനകമാണ്, ഒരു എന്താ പറയുക, ഒരു ഗാഗിംഗ് സെൻസേഷൻ ഉണ്ടാക്കുന്നതാണെന്നൊക്കെ പറയുന്നത്. എൻഡോസ്കോപ്പി പല രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഞാൻ ചെയ്യുന്ന രീതി സെഡേഷൻ കൊടുത്തിട്ടാണ്. അതായത് രോഗിക്ക് വളരെ ചെറിയ തോതിലുള്ള ഒരു സെഡേറ്റീവ് കൊടുത്തു കഴിഞ്ഞാൽ വളരെ സുഖമായിട്ട് ഡോക്ടറിനും പേഷ്യന്റും എൻഡോസ്കോപ്പി ചെയ്യാവുന്നതാണ്. അപ്പോൾ പേഷ്യന്റ് ഇതിന്റെ ആ ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന അവസ്ഥയെ അറിയാതെ പോവുകയും അത് വളരെ സുഖകരമായിട്ടുള്ള പ്രൊസീജിയറായിട്ട് അവർക്ക് തോന്നുകയും ചെയ്യും. അപ്പോൾ അതിനെ പെയിൻലെസ് എൻഡോസ്കോപ്പി നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ പൊതുവെ നമ്മുടെ നാട്ടിൽ ഇന്ത്യയിൽ ആകമാനം അത് സെഡേഷൻ കൊടുക്കാതെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ അറിയുന്നു. അത് ഒരു പ്രത്യേക രീതിയാണ്. യൂറോപ്പിലും സെഡേഷൻ കൊടുക്കാതെ ചെയ്യാറുണ്ട്. അമേരിക്കയിലാണെങ്കിൽ സെഡേഷൻ കൊടുത്തിട്ടാണ് എൻഡോസ്കോപ്പി ചെയ്യുന്നത്. അപ്പോൾ ഓരോ രീതികളാണ്. അപ്പോൾ പല രീതിയിൽ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് എന്റെ വാസ്തവം. ഓക്കെ ഡോക്ടർ, വെൽക്കം ബാക്ക്. ഡോക്ടർ, ഇപ്പം നമ്മൾ സിറോസിസിന്റെ ആൽക്കഹോൾ അല്ലാത്ത കാരണങ്ങളെ കുറിച്ച് വെച്ചപ്പോൾ ഡോക്ടർ ഹെപ്പറ്റൈറ്റിസ് ബിയെ കുറിച്ച് പറഞ്ഞല്ലോ. ഹെപ്പറ്റൈറ്റിസ് ബി വളരെ വ്യാപകമായിട്ട് നമ്മുടെ കേരളത്തിൽ കാണുന്നുണ്ട്, പലപ്പോഴും പത്രങ്ങളിലും കാണുന്നുണ്ട്. അതിനെക്കുറിച്ചൊന്ന് വിശദീകരിച്ച് പറയാമോ? ഹെപ്പറ്റൈറ്റിസ് ബി മറ്റൊരു സൈലന്റ് ഡിസീസാണ്. അതായത് സാധാരണഗതിയിൽ ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ട് എന്ന് വ്യക്തിക്ക് മനസ്സിലാകാറില്ല. പക്ഷേ കേരളത്തിൽ സമീപകാലത്ത് ഒരു ഇൻസിഡന്റ് വായിച്ചു. ഒരു ഗ്രാമത്തിൽ ഒരുപാട് പേർക്ക് ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ചതായിട്ട് കണ്ടുപിടിക്കുകയും അതിനെപ്പറ്റി ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഇസ് ഓൺഗോയിങ്, അത് എന്തുകൊണ്ട് ഇങ്ങനെ വന്നു എന്നുള്ളത്. ഹെപ്പറ്റൈറ്റിസ് ബിയെ പറ്റി പറയുകയാണെങ്കിൽ അതൊരു വൈറസ് മൂലം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. ഈ വൈറസിന്റെ പ്രത്യേകത അത് നമ്മുടെ ലിവറിനെയാണ് ബാധിക്കുന്നത്. നേരെ അത് ലിവറിന്റെ ഉള്ളിൽ പോയി ഒളിച്ചിരിക്കുക മാത്രമല്ല, ലിവറിന്റെ കോശത്തിലെ ലിവർ സെല്ലിനുള്ളിൽ DNA അകത്ത് കയറി ഒളിച്ചിരിക്കുകയും ചെയ്യുന്ന സ്വഭാവമുള്ള വൈറസാണിത്. അതുകൊണ്ട് ഈ വൈറസ് നമ്മുടെ ശരീരത്തിൽ കടന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് മാറ്റാൻ പറ്റുകയില്ല. അതൊരു പെർമനന്റ് ആയിട്ടുള്ള ഒരു അസുഖമാണ്. അതാണ് ഹെപ്പറ്റൈറ്റിസ് ബിയെ പറ്റി നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. എന്നാൽ ആശാവാഹമായിട്ടുള്ള കാര്യം ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച എല്ലാവർക്കും അസുഖം വരാറില്ല എന്നുള്ളതാണ്.
ഹെപ്പറ്റൈറ്റിസ് ബി ബാധിച്ച 100 പേരുണ്ടെങ്കിൽ അതിൽ 10 പേർക്ക് മാത്രമേ പിൽക്കാലത്ത് ലിവറിന്റെ പ്രോബ്ലം വരാറുള്ളൂ. ബാക്കി 90 പേർക്കും സാധാരണഗതിയിൽ നല്ല ആരോഗ്യത്തോടെ ജീവിച്ചു പോകാൻ സാധിക്കാറുണ്ട്. ഈ 10% വ്യക്തികളിൽ പലതരത്തിലുള്ള ലിവർ ഡിസീസുകൾ കണ്ടുവരാറുണ്ട്. ലിവർ ഡിസീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോഴുള്ള എൻസൈമിന്റെ വേരിയേഷൻ, അല്ലെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബിയുടെ വൈറസ് നമ്മുടെ ശരീരത്തിലുണ്ട് എന്ന് ടെസ്റ്റുകളിലുള്ള വെളിപ്പെടുത്തൽ, ഇതൊക്കെയാണ് നമ്മൾ സാധാരണ കണ്ടുപിടിക്കാറ്. ഈ വൈറസ് ബാധിച്ച വ്യക്തികളിൽ ക്രോണിക് ലിവർ ഡിസീസ്, ദീർഘകാലമായിട്ടുള്ള ലിവർ ഡിസീസ് ഉണ്ടാകുകയാണെങ്കിൽ അവർക്ക് ലിവർ ക്യാൻസറിനുള്ള റിസ്ക് ഉണ്ട്. ആ ക്യാൻസർ റിസ്ക് കുറയ്ക്കാനായിട്ടുള്ള മരുന്നുകളും ഇപ്പോൾ ലഭ്യമാണ്. ഈ മരുന്നുകൾക്ക് ചെലവ് കൂടുതലാണ്, ദീർഘകാലം മരുന്ന് കഴിക്കേണ്ട ആവശ്യമുണ്ട്. അത് കഴിക്കണോ വേണ്ടേ എന്നുള്ളത് വളരെ വിദഗ്ധനായിട്ടുള്ള ഒരു ലിവർ സ്പെഷ്യലിസ്റ്റിന് മാത്രമേ തീരുമാനിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ പൊതുവെ പറയുകയാണെങ്കിൽ ഹെപ്പറ്റൈറ്റിസ് ബി മാറാത്ത ഒരു അസുഖം എന്ന് വേണമെങ്കിൽ പറയാം. എന്നാൽ അതുള്ള പലർക്കും ഈ ഹെപ്പറ്റൈറ്റിസ് ബി മൂലമുള്ള ശല്യം ഉണ്ടാകാറില്ല. പിന്നെ ഹെപ്പറ്റൈറ്റിസ് ബി പകരുന്ന വിധം എന്താണെന്ന് നമ്മൾ എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മൾ പണ്ടൊക്കെ ആണെങ്കിൽ സുരക്ഷിതമല്ലാത്ത രീതിയിലുള്ള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ മൂലമായിരുന്നു ഇത് പടർന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ബ്ലഡ് ബാങ്കുകളെല്ലാം വളരെ സുരക്ഷിതമാണ്. കൊടുക്കുന്ന ആളുടെ രക്തം എല്ലാ വൈറസുകളും ചെക്ക് ചെയ്തിട്ട് അവർ ട്രാൻസ്ഫ്യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ ഉള്ളത് ക്ലീൻ അല്ലാത്ത ഇൻസ്ട്രുമെന്റ്സ് ശരീരത്തിൽ ഉപയോഗിക്കുന്ന അവസ്ഥ. ഇപ്പൊ നമ്മൾ പണ്ടൊക്കെ വായിച്ചിട്ടുണ്ട്, ഒരേ സൂചി കൊണ്ട് പലർക്കും ഇഞ്ചക്ഷൻ കൊടുക്കുന്ന ക്ലിനിക്കുകൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പണ്ട് വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രഗ് യൂസേഴ്സ്, കേരളത്തിൽ ഇന്ന് മയക്കുമരുന്നുണ്ടെന്ന് ഒരുപാടുണ്ടെന്ന് ഈ കഴിഞ്ഞ വീക്കെൻഡിൽ പേപ്പറിലുണ്ടായിരുന്നു. മയക്കുമരുന്നിന്റെ ഉപയോഗം സ്കൂളുകളിലുമുണ്ട്, അതേപറ്റി എനിക്കറിയാം. അപ്പോൾ നീഡിൽ യൂസ്, അതായത് ഇവർ ഉപയോഗിക്കുന്ന ലഹരിമരുന്ന് ഉപയോഗിക്കുന്ന പലരും ഒരേ നീഡിലാണ് അന്യോന്യം ഷെയർ ചെയ്യാറ്. അപ്പൊ നീഡിൽ ഷെയർ ചെയ്യാൻ പാടില്ല. പിന്നെ ചില വീടുകളിൽ ടൂത്ത് ബ്രഷുകൾ ഷെയർ ചെയ്യുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. റേസർ, ഷേവിംഗ് ബ്ലേഡുകൾ ഷെയർ ചെയ്യുന്ന വ്യക്തികളുണ്ട്. പല നാട്ടിൻപുറത്തെ പ്രത്യേകിച്ചും ബാർബർ ഷോപ്പിൽ പോയി ഷേവ് ചെയ്യുന്നത് സൂക്ഷിക്കണം. കാരണം ഷേവിംഗ് ഉപകരണം മറ്റൊരാൾക്ക് വേണ്ടി ഉപയോഗിച്ചാണെങ്കിൽ ആ വ്യക്തിയുടെ വളരെ ചെറിയ മുറിവുകൾ അതുവഴി ഹെപ്പറ്റൈറ്റിസ് ബി ബ്ലേഡിൽ ഇരിക്കുകയും അതേ ബ്ലേഡിൽ നിന്ന് ഹെപ്പറ്റൈറ്റിസ് ബി നമുക്ക് വരാനും സാധ്യതയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബിയുടെ ഒരു പ്രത്യേകത, ഒരു തുള്ളിയുടെ 100-1 മതി നമ്മുടെ ശരീരത്തിൽ അത് കടക്കാനായിട്ട്. നേരെ മറിച്ച് എയ്ഡ്സ് ആണെങ്കിൽ ഒരുപാട് രക്തമുണ്ടെങ്കിലേ നമ്മുടെ ശരീരത്തിൽ കയറുകയുള്ളൂ. ഹെപ്പറ്റൈറ്റിസ് ബി വളരെ ചെറിയൊരു വൈറസ് ആയതുകൊണ്ടാണ് അതിന്റെ കോൺസെൻട്രേഷൻ വളരെ കൂടുതലാണ്. അതായത് ഇത്ര വ്യാപ്തമുള്ള ഒരു ml ബ്ലഡിൽ ഒരുപാട് കോടിക്കണക്കിന് ഹെപ്പറ്റൈറ്റിസ് ബി വൈറസുകൾ ഉള്ളതുകൊണ്ട് അത് പടരാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവരിൽ നിന്ന് ഒരു മുറിവ് ഉണ്ടായാൽ പോലും ആ മുറിവ് വഴി നമുക്ക് ഹെപ്പറ്റൈറ്റിസ് ബി വരാനുള്ള സാധ്യതയുണ്ട്. ഹെപ്പറ്റൈറ്റിസ് ബി വന്നു കഴിഞ്ഞാൽ അത് ഭാവിയിൽ ലിവർ സിറോസിസ് ആവാനും അതുവഴി ക്യാൻസർ ആവാനും സാധ്യതയുണ്ട്. അതെ, അത് ചെറിയൊരു ശതമാനം വ്യക്തികൾക്കാണ് അങ്ങനെ സംഭവിക്കാറ്. അപ്പൊ ഇങ്ങനെയുള്ളവർക്ക് സ്ഥിരമായി ചെക്കപ്പ് ചെയ്യേണ്ടിയിരിക്കുന്നു. ഹെപ്പറ്റൈറ്റിസ് ബി ഉണ്ടോ ഇല്ലയോ സ്ക്രീനിംഗ് പോലെ സ്ക്രീനിങ്ങും. അതുകൊണ്ട് ഹെപ്പറ്റൈറ്റിസ് ബി ഉള്ളവർക്ക് ലിവർ ഡിസീസ് വരുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് വർഷാവർഷം ചെക്ക് ചെയ്യേണ്ടിയിരിക്കും. പക്ഷേ ഈ ഹെപ്പറ്റൈറ്റിസ് ബി പോലുള്ള മറ്റ് പല കാരണങ്ങൾ കൊണ്ട് സിറോസിസ് വരുന്നുണ്ടെങ്കിലും മേജർ കോസ് എന്ന് പറയുന്ന ആൽക്കഹോൾ തന്നെയല്ലേ? തീർച്ചയായും. പ്രത്യേകിച്ചും നമ്മുടെ നാട്ടിൽ ഒരു സിറോസിസ് ഉള്ള ഒരു 100 പേരെ എടുത്തു കഴിഞ്ഞാൽ അത് 80% പേരും മദ്യപാനം ഉപയോഗിച്ചിട്ടുള്ള സിറോസിസ് തന്നെയാണ്. ഈ മദ്യപാനം ഒരു സോഷ്യൽ ഇഷ്യൂ ആണെന്ന് ഡോക്ടർ പറഞ്ഞു. ഡോക്ടർ സ്കൂൾ ഹെൽത്തിന്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ. അപ്പം ആ സ്കൂളിൽ പോയിട്ട് വിദ്യാർത്ഥികളെ പറഞ്ഞു മനസ്സിലാക്കുന്ന ഈ ഒരു സോഷ്യൽ ഇഷ്യൂ ഈ ഒരു രീതിയിൽ മാത്രമേ ടാക്കിൾ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ എന്തെങ്കിലും രീതിയിൽ നമുക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റുമോ? ഇത് ഒരാളോ ഒരു ഡോക്ടറോ വിചാരിച്ചുകൊണ്ടില്ല, സിനിമയോ വിചാരിച്ചുകൊണ്ട് നടക്കുകയില്ല. ഇത് നടത്തണമെങ്കിൽ മാതാപിതാക്കൾ ഓരോരുത്തരും വിചാരിക്കണം. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുട്ടികൾക്ക് മാതാപിതാക്കൾ ഹീറോയാണ്. അത് ആളുടെ സ്വഭാവത്തിൽ എത്ര വൈകല്യം ഉണ്ടെങ്കിലും കുട്ടികൾ അത് ഹീറോയിസമായിട്ടേ കാണുകയുള്ളൂ. അപ്പോൾ സ്വഭാവ വൈകല്യം, അതായത് ആൽക്കഹോളിസം ഈ ഫാമിലിയിൽ ഉണ്ടെങ്കിൽ അത് ഇല്ലാതിരിക്കുന്നതാണ് നല്ലത്. കുട്ടികൾ വളർന്നു വരുന്നതനുസരിച്ച് മദ്യപാനശീലം ഉപേക്ഷിച്ച അനേകം വ്യക്തികളെ എനിക്ക് പരിചയമുണ്ട്. അതായത് കുട്ടികൾ ഇത് കണ്ട് അനുകരിക്കുന്നു, അല്ലെങ്കിൽ അതിനോടൊരു വീരാരാധന പുലർത്തുന്നു എന്നുള്ള തോന്നൽ അവർക്ക് വരുന്നതോടനുസരിച്ച് അവർ മദ്യപാനശീലം ഇല്ലാതാക്കുന്നത് അത് കുട്ടികളോട് ചെയ്യുന്ന വളരെ നല്ലൊരു കാര്യമാണ്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയെങ്കിലും ഈ ശീലം ഉപേക്ഷിക്കാൻ പ്രത്യേകിച്ചും പുരുഷന്മാർ അവർ തയ്യാറാകണം എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം. അത് കുട്ടികൾക്ക് ഒരു റോൾ മോഡൽ, അച്ഛൻ മദ്യം ഉപയോഗിക്കുന്നത് നിർത്തി, അച്ഛൻ അത് ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് തോന്നിയുകൊണ്ടാണല്ലോ നിർത്തിയത് എന്നൊരു തോന്നൽ ഈ കുട്ടിക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ആ മദ്യം ഉപയോഗിക്കാൻ ഒരു ആസക്തി പ്രകടിപ്പിക്കുകയില്ല. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആസ് എ സൊസൈറ്റി വി ഹാവ് കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി. എല്ലാ വ്യക്തികൾക്കും, സമൂഹത്തിൽ ജീവിക്കുന്ന എല്ലാ വ്യക്തികൾക്കും ഈ വരും തലമുറ ഈ മദ്യത്തിലേക്ക് വഴുതി വീഴാതിരിക്കാനുള്ള എല്ലാ രീതിയിലുള്ള
നീക്കങ്ങൾ നമ്മൾ ചെയ്യേണ്ടിയിരിക്കുന്നു. ഡോക്ടർ ഒരു കാര്യം കൂടി ചോദിച്ചോളൂ. ലാസ്റ്റ്, അതായത് നമ്മുടെ പ്രോഗ്രാമിന്റെ സമയം അവസാനിക്കാറ്, എന്നാലും ആ ഒരു ചോദ്യം നേരത്തെ ചോദിക്കേണ്ടതായിരുന്നു. ഈ മദ്യം എന്ന് പറയുന്ന സാധനം പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാമല്ലോ. ഇപ്പം ബിയർ ഉണ്ട്, വൈൻ ഉണ്ട്, ഹോട്ട് ഡ്രിങ്ക്സ് ഉണ്ട്. ഇതിൽ ഏതെങ്കിലും ഒരു സാധനം കുഴപ്പമില്ല, ഏതെങ്കിലും ഒരു സാധനം കുറച്ച് കുഴപ്പം, ഏതെങ്കിലും ഒരു സാധനം കൂടുതൽ കുഴപ്പം, അങ്ങനെയുണ്ടോ? അതെല്ലാം ഒരുപോലെയാണോ? വളരെ നല്ലൊരു ചോദ്യമാണ് ഡോക്ടർ എന്നോട് ചോദിച്ചത്. കാരണം ഈ ചോദ്യം എന്നോട് അനേകം സ്കൂൾ വിദ്യാർത്ഥികൾ എല്ലാ ക്ലാസ്സിലും ഞാൻ ക്വസ്റ്റ്യൻ ആൻസർ നടത്താറുണ്ട്, ചോദ്യോത്തര പരിപാടികൾ. അപ്പൊ അതിൽ സ്ഥിരം വരുന്ന ചോദ്യം ഇതാണ്: ഡോക്ടർ, ബിയർ കുടിച്ചുകൊണ്ട് കുഴപ്പമില്ലെന്ന് കേൾക്കുന്നു, ശരിയാണോ? ഇംഗ്ലീഷ് ഒരു ചൊല്ലുണ്ട്, ആൽക്കഹോൾ ഇസ് എ ഡ്രഗ് നോ മാറ്റർ ഹൗ യു ഡ്രസ് ഇറ്റ് അപ്പ്. കാരണം അതിനെ എങ്ങനെയൊക്കെ നമ്മൾ മോഡിഫൈ ചെയ്തെടുത്താലും ആൽക്കഹോൾ ഡ്രഗ് തന്നെയാണ്. അപ്പോൾ ബിയർ എന്ന് വിളിച്ചാലും വിസ്കി എന്ന് വിളിച്ചാലും റം എന്ന് വിളിച്ചാലും എല്ലാം ആൽക്കഹോൾ റിമെയിൻസ് C2H5OH. അപ്പോൾ അതിനകത്തുള്ള അനുപാതം അല്പം വ്യത്യാസമുണ്ട്. ബിയറിൽ 7% ആണ് പ്രൂഫ്, അതായത് ഹെവി ആൽക്കഹോൾ വോഡ്കയിലും മറ്റുമൊക്കെ 20% ആണ്, വൈനിൽ ചിലപ്പോൾ 10% ആയിരിക്കും. ആ ഒരു വ്യത്യാസം മാത്രമേ ഇതിനകത്തുള്ളൂ. ദ മോളിക്യൂൾ റിമെയിൻസ് ദ സെയിം. അതുകൊണ്ട് ആൽക്കഹോൾ ഇസ് എ ഡ്രഗ് നോ മാറ്റർ ഹൗ യു ഡ്രസ് ഇറ്റ് എന്നുള്ളതാണ് ഇംഗ്ലീഷ് ഒരു പഴഞ്ചൊല്ലാണ്. അപ്പം അത് ഏതായാലും കുഴപ്പം തന്നെയാണ്. ഏതായാലും കുഴപ്പം തന്നെയാണ്. കാരണം അതിനെ ഹാൻഡിൽ ചെയ്യുന്ന ലിവർ തന്നെയാണ്. ഏത് പേരിൽ ആൽക്കഹോൾ ഉപയോഗിച്ചാലും ലിവറിന് തന്നെയാണ് അതിന് ഡാമേജ് വരുന്നത്. ഓക്കെ ഡോക്ടർ, ഇന്നത്തെ നമ്മുടെ ഡോക്ടർ സ്റ്റോക്കിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. ഡോക്ടർ രാജീവ് ജയദേവൻ, അദ്ദേഹം സൺറൈസ് ഹോസ്പിറ്റൽ എറണാകുളം അവിടുത്തെ ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആണ്. അദ്ദേഹം വളരെ വിശദമായിട്ട് ലിവർ സിറോസിസ് എന്ന രോഗത്തെക്കുറിച്ചും അല്ലെങ്കിൽ രോഗാവസ്ഥയെക്കുറിച്ചും ലിവർ സിറോസിസിലേക്ക് നയിച്ചേക്കാവുന്ന സാഹചര്യങ്ങളെക്കുറിച്ചും പറഞ്ഞു. അദ്ദേഹം കൂടുതൽ സ്ട്രെസ് ചെയ്ത് പറഞ്ഞത് 100 പേർക്ക് ലിവർ സിറോസിസ് ഉണ്ടെങ്കിൽ, പ്രത്യേകിച്ചും കേരളത്തിൽ 100 പേർക്ക് ലിവർ സിറോസിസ് ഉണ്ടെങ്കിൽ അതിൽ 80 പേരുടെയും ലിവർ സിറോസിസിന്റെ കാരണം, കരൾ രോഗത്തിന്റെ കാരണം മദ്യപാനമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരുപാട് പേഷ്യൻസിനെ കാണുന്ന ഒരു ഡോക്ടർ നൽകി അദ്ദേഹം പറഞ്ഞത് നമുക്ക് മുഖവിലേക്ക് എടുക്കാം. അതുകൊണ്ട് തന്നെ മദ്യപാനാസക്തി ഉള്ളവർ അല്ലെങ്കിൽ മദ്യപാനം ഒരു ശീലമാക്കിയവർ അത് ഉപേക്ഷിക്കുകയോ അത്യാവശ്യം അല്ലെങ്കിൽ മിനിമം അതിന്റെ ഒരു അളവ് കുറയ്ക്കുകയെങ്കിലും ചെയ്തുകൊണ്ട് ലിവർ സിറോസിസ് എന്ന മാരക രോഗത്തെ തടയാൻ ശ്രമിക്കുക. അടുത്തയാഴ്ച നമുക്ക് വീണ്ടും കാണാം മറ്റൊരു വിഷയവുമായിട്ട്. ബൈ.